ഹലോ ഗേസ്, ഹലോ. ഞങ്ങളിന്ന് മറ്റേ ബോക്സ് പാർക്കിൽ വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ചോദിച്ചു. നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചിട്ട് കണ്ടെയ്നർ വെച്ചിട്ടുള്ള ബോക്സ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിയറസ്റ്റ് കോർണിഷ് തന്നെയാണ്. അതേപോലെ തന്നെ ബോക്സ് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഷോപ്പിങ്ങും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 974 സ്റ്റേഡിയം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. 974 സ്റ്റേഡിയം ഇതേപോലെ തന്നെ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും 974 കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് ആ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഖത്തറിൻ്റെ കൺട്രി കോഡും 974 തന്നെയാണ്. ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് ക്രൂയിസും ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് റൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്സൊക്കെ ദോഹ സിറ്റിയുടെ വ്യൂസ് ആണ്. അതേപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് മീന ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് കാറിൽ മനസ്സിലായില്ല. എന്തോ പ്രോഗ്രാമാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കാണാമെന്ന് വിചാരിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് പോയി. ഞങ്ങളവിടെ എത്തിയപ്പോൾ മനസ്സിലായി അത് ഒരു ബീരങ്കി വെച്ചിട്ട് അവിടെ കറക്റ്റ് നമ്മളെ നോമ്പ് തുറക്കാനായിരുന്ന സമയത്ത് ഫയർ ചെയ്യണതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആളുകൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു റൂമിലേക്കൊക്കെ. ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങൾ സൂക്ക് വാഹിഫിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്കാണ് ഇനി പോകുന്നത്. സൂക്കിലേക്ക് പോകുന്ന ഒരു അണ്ടർ സബ്വേ ആണിത്. സൂക്കിൽ ഒരുപാട് നമ്മളെ എന്താ പറയുക വഴിയോര കച്ചവടക്കാർ പോലെ നമ്മൾ മിഠായി തെരുവൊക്കെ പോലെ ഒരുപാട് ഉണ്ട്. ഐസ്ക്രീമും പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും. പിന്നെ ഖത്തറിൻ്റെ ഐക്കോണിക് ഒരു പ്ലേസാണ് സൂക്ക് വാഹിഫ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഒരുപാട് ഗിഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി പറ്റും.
അതേപോലെ തന്നെ സൂക്ക് വാക്കിഫിൽ എപ്പോഴും തിരക്കായിരിക്കും, കാരണം ടൂറിസ്റ്റുകളിലൊക്കെ മെയിൻ സ്പോട്ടാണിത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഡ്രസ് ഷോപ്പിങ്ങിന് അതുപോലെ ഒരുപാട് ഏരിയകളുണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു, പിന്നെ തിരിച്ച് വീട്ടിൽ പോയി.